ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് 1 kg വെച്ചിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു ബൗളെടുത്ത് ഇതിന് മീതെ അരിപ്പ് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1 നുള്ള് ഉപ്പ്, അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത് ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഈ അരിപ്പയിലൂടെ 1-2 തവണ അരിച്ചെടുക്കാം. ഇനി കേക്കിലേക്കുള്ള ബട്ടർ മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ചൂടില്ലാത്ത പാലിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക. ഇതിലേക്ക് 2 കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത്യാവശ്യത്തിന് ബീറ്റായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പഞ്ചസാര ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഈ ബാറ്ററിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബട്ടർ മിൽക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ഫുഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. റെഡിയാക്കിയിട്ടുള്ള ബട്ടർ മിൽക്ക് കുറേശ്ശെ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നില്ല, അതിന് പകരമായിട്ട് വിനെഗറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ വിനെഗർ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യുന്ന ടിന്നിലൊഴിച്ച് 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇതിനെ ലെയറാക്കി മുറിച്ച് ഇതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. കേക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ഫ്രോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്കിനെ നന്നായിട്ട് തന്നെ ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്ത ലെയർ വെക്കുക. ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി കേക്കിനെ ക്രീം വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കേക്കിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലൂടെ കേക്കിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള പീസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കാം. ഡിസൈനൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ അതും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.